ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം പല യൂറോപ്യൻ രാജ്യങ്ങൾ, അതേപോലെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഇവർക്കൊക്കെ പൊട്ടൻഷ്യൽ ത്രെട്ട് ഉണ്ടായി. അതിൻ്റെ യുക്രൈൻ റഷ്യ ഇഷ്യൂ, ഹമാസ്, ഈജിപ്റ്റ്, ജോർദാൻ, ആ രാജ്യങ്ങളുടെ ഇഷ്യൂ, ഇറാൻ്റെ ഇഷ്യൂ, ഓരോന്ന് എടുത്തു നോക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, ഇന്ത്യക്ക് എന്ത് ത്രെട്ടാണ് ഉണ്ടായത്? ഇന്ത്യക്കും ത്രെട്ടുണ്ടായി. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, എന്നാണ് ബിരൺ സിംഗ് മണിപ്പൂർ അദ്ദേഹം രാജിവെക്കുന്നത്? അദ്ദേഹം രാജിവെക്കുന്നത് ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് രാജിവെക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയത്, അതായത് ഫ്രാൻസ് വഴിയാണ് പോയത് 12-ാം തീയതി. 12-ാം തീയതിയാണ് അദ്ദേഹം അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ കണ്ടത്. അപ്പം അതിനു മുമ്പായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുമ്പും, അതായത് അദ്ദേഹത്തിൻ്റെ ഇനാഗുറേഷൻ സത്യപ്രതിജ്ഞ ചടങ്ങിലും ഇന്ത്യൻ എൻവോയി ആയിട്ട് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പങ്കെടുത്തു. അത് നിങ്ങൾക്കറിയാം. അപ്പം അതിനകത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ വരാനുള്ള ആളുകളും ട്രംപും നേരിട്ട് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയോട് ഒരു കാര്യം ഡിമാൻഡ് ചെയ്തു: മണിപ്പൂരിൽ നിങ്ങൾ സമാധാനം കൊണ്ടുവന്നേ മതിയാകൂ. ആരാണതിൻ്റെ ഉത്തരവാദി? അയാളെ ശിക്ഷിക്കുക തന്നെ വേണം. അയാൾ പവറിലിരിക്കാൻ പാടില്ല.